1949 ഫെബ്രുവരി മാസം ഒരു മലയാളിയായൊരു ദൈവദാസൻ ബാംഗ്ലൂർ ഒരു ചർച്ചിൽ പാസ്റ്ററായിട്ട് സ്ഥലം മാറ്റം കിട്ടിപ്പോയി. അദ്ദേഹം തൻ്റെ യൗവനത്തിൽ തനിക്ക് കിട്ടിയ ജോലി വേണ്ടാന്ന് വെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് പൂർണ്ണമായിട്ടും പ്രതിഷ്ഠിച്ചിറങ്ങിപ്പോയ ഒരു ചെറുപ്പക്കാരനാണ്. ദൈവവേലയ്ക്ക് ഇറങ്ങി ശുശ്രൂഷ തുടങ്ങിയപ്പോഴേ അങ്ങ് രോഗിയായി, ക്ഷീണിച്ച് എല്ലും തോലുമായിട്ടാണ് ആളിരിക്കുന്നത്. ആസ്മയാണ് ഒരു പ്രശ്നം, എപ്പോഴും ശ്വാസം മുട്ട. ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല. തനിക്കൊരു പനിയും ഒരു ന്യൂമോണിയയും കൂടെ പിടിച്ചു. അന്ന് താനായിരുന്ന ആ സഭാ സമൂഹത്തിൽ അവർ മരുന്ന് ഉപയോഗിക്കാറില്ല. ദൈവിക രോഗശാന്തി അത് മുറുകെ പിടിക്കുന്ന ഒരു സഭയാണ്. താൻ ഒരാഴ്ചയോളം ആ പനിയും ആ ന്യൂമോണിയയും കൊണ്ട് താൻ അബോധാവസ്ഥയിലായി, ഒരു അർദ്ധബോധാവസ്ഥയിലായി. ഒരു കട്ടിലിൽ ഇങ്ങനെ തന്നെ കിടത്തിയിരിക്കുകയാണ്. തന്നെ അത്യാവശ്യം ശുശ്രൂഷിക്കാൻ അവിടെയുള്ളവരൊക്കെ വന്ന് ചൂടുവെള്ളം കൊടുക്കുകയും തിരുമ്മി കൊടുക്കുകയും വീശി കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഒരു വൈകുന്നേരം ഒരു സ്ക്രീൻ കർട്ടനിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം. അതിൻ്റെ അപ്പുറത്ത് ചർച്ചിൻ്റെ ഹാളാണ്. അവിടെ ഒരു പ്രാർത്ഥന നടക്കുക, എല്ലാവരും അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് കറണ്ട് എന്തോ പോയി. ആരോ ഓടി വന്ന് ഈ ഇദ്ദേഹം കിടക്കുന്ന ആ കട്ടിലിൻ്റെ തലയ്ക്കലൊരു മേശയുണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയിലൊരു തോൽപ്പെട്ടി, അതായത് ഒരു ലെതർ ബാഗ്, ഒരു വലിയൊരു സൂട്ട് കേസ്. അതിൻ്റെ മുകളിലൊരു ഡയറി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി. ആ ഡയറി എടുത്തു വെച്ച് അതിൻ്റെ മണ്ടയിലൊരു മെഴുതിരി കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് അങ്ങ് പോയി. പ്രാർത്ഥിക്കാൻ പോയാൽ അപ്പുറത്തിരുന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എവിടെയും മെഴുതിരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇദ്ദേഹം ഇങ്ങനെ അർദ്ധപ്രാണനായിട്ട് കിടക്കുക. ഈ മെഴുതിരി കത്തി 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 താഴോട്ട് വന്ന് ആ ഡയറിയിലോട്ട് പിടിച്ച് അത് വട്ടത്തിന് കത്തി, അതാ സൂട്ട് കേസിലോട്ട് കത്തി, അതിനകത്തിരിക്കുന്ന തുണിയെല്ലാം കൂടെ കത്തി അതിങ്ങോട്ടേക്ക് മറിഞ്ഞ് വീണേനെ ഇദ്ദേഹത്തിൻ്റെ മേളിലോട്ട്. പെട്ടെന്ന് മുറിക്കാത്തൊരു തീ കണ്ടു. ഇദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് ഒന്ന് നിലവിളിക്കാനുള്ള ആരോഗ്യം പോലുമില്ല. ഭാഗ്യത്തിന് അപ്പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആരോ കണ്ണു തുറന്നപ്പം അവിടെ ഒരു വലിയ വെട്ടം കണ്ടു. ഓടി വന്നപ്പോഴത്തേക്കും തീ ആളിപ്പിടിക്കുന്നു. പെട്ടെന്ന് അത് തട്ടിയിട്ട് ആ തീ അണച്ചു. മൊത്തം പുകയും എല്ലാം ആയി. പെട്ടെന്ന് ജെല്ലൊക്കെ തുറന്നിട്ട് പുകയെല്ലാം ഇദ്ദേഹത്തിനെ എടുത്ത് മാറ്റി കിടത്താൻ വേറൊരു മുറിയില്ല. അദ്ദേഹത്തിന് ഇതെന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ല. ഒരാപത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു എന്ന് മാത്രം മനസ്സിലായി. അദ്ദേഹം എഴുതിയ ചരിത്രത്തിൽ ഞാൻ ഇന്ന് വെളുപ്പിനെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നു, ഞാൻ വളരെ ക്ഷീണിതനായി, രോഗിയായി, അവശനായി, വായെടുത്ത് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല, അത്രയ്ക്ക് ജീവനില്ല. ദൈവമേ, നീ എൻ്റെ ചെറുപ്പത്തിൽ നീ എന്നെ വിളിച്ച് കർത്താവിൻ്റെ വേലയ്ക്കാക്കി. ഈ പ്രായത്തിൽ ഞാനങ്ങ് വരണോ? എന്നെ വിളിച്ചാൽ വരാം, പക്ഷേ ഇതിനാണോ നീ എന്നെ വിളിച്ചത്? ഇനി എനിക്ക് ഒരുപാട് വേല ബാക്കിയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, പക്ഷേ എൻ്റെ ശരീരം എന്നെ അനുവദിക്കുന്നില്ല. പെട്ടെന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ ഏറ്റവും സ്നേഹിച്ച ഒരു ദേവദാസനുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ഒരു സ്പിരിച്വൽ ഒരു വളരെ ക്രിസ്തുവിലൊരു മൂത്ത ജ്യേഷ്ഠനും ഒരു നല്ല സഹോദരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസുഖം കേട്ടറിഞ്ഞ് ഇനി വന്നടുത്ത് വന്നിരുന്നിട്ട് വേദപുസ്തകം എടുത്ത് 118 സങ്കീർത്തനം മുഴുവൻ അങ്ങ് വായിച്ചു. അദ്ദേഹം അരമയക്കത്തിൽ കിടന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞിട്ട് അതിനകത്തൊരു വാക്യമുണ്ട്. ഏതാണെന്നറിയാമോ? ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയിൽ വർണ്ണിക്കും. ഇതങ്ങോട്ട് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തു. എന്നിട്ട് അവസാനം കുനിഞ്ഞ ചെവിയിലോട്ട് പറഞ്ഞു, ബേബിച്ചാ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. വായെടുത്തൊന്ന് പറഞ്ഞേ. അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ട് വായെടുത്ത്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെല്ലാം വർണ്ണിക്കും എന്നിങ്ങനൊന്ന് പറഞ്ഞു തുടങ്ങി. അദ്ദേഹം കെട്ടിപ്പിടിച്ചു പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പതുക്കെ തലപൊക്കി ഒന്ന് എഴുന്നേറ്റ് ചാരിയിരുത്തി, ഇച്ചിരി വെള്ളം കൊടുത്തു. പിന്നെ എഴുന്നേറ്റിരുന്നു, പിന്നെ എഴുന്നേറ്റ് നടന്നു. ആദ്യമായിട്ടാണ് താൻ ജനലിൻ്റെ അവിടെ വന്ന് പുറത്തോട്ട് നോക്കി ചെടികളും മരങ്ങളും ഒക്കെ കണ്ടു. ആൾക്കാരൊക്കെ റോഡിൽ കൂടെ പോകുന്ന കാണാം. തനിക്കൊരു പുതിയ ജീവൻ വന്ന പോലെ തോന്നി. പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ
ഒരു എന്താ പറഞ്ഞ ഒരു പ്രത്യാശ ഇങ്ങ് വന്നു. ഞാൻ മരിക്കുകയില്ല, എൻ്റെ സമയമായില്ല, ഞാൻ ജീവനോടിരുന്നത് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ പോകുന്നു. വേദോസ്തവം തുറന്നു അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. യെശയ്യാവ് 26:4 ഐസയ 26:4 ഒന്ന് വായിച്ചു കേൾക്കാം നമുക്ക്. ശാശ്വതമായൊരു പാറയുള്ളതിനാൽ, യഹോവയായ യാഹിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കും. യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. യഹോവയാണ്, അത് ശാശ്വതമായ പാറയാണ്, അവനിൽ ആശ്രയിക്കണം. അടുത്ത 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പെട്ടെന്ന് ഇതൊക്കെ ഒരു രേമ വചനമായിട്ട് തൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വരാൻ തുടങ്ങി. യെശയ്യാവ് 54:10 പർവ്വതങ്ങൾ മാറിപ്പോകും, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ കുന്നുകളും നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യും. നിന്നോട് കരുണയുള്ള യഹോവയായി ഞാൻ നിന്നോട് അരുളി ചെയ്യുന്നു. അടുത്തത് പെട്ടെന്ന് ആവേശത്തോടെ വേദപുസ്തകം മറിച്ച് വായിക്കാൻ തുടങ്ങി. 30-ാം അധ്യായം സങ്കീർത്തനം 5-ാം വാക്യം. സങ്കീർത്തനം 30:5. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ക്ഷണനേരത്തേക്ക് മാത്രമേ ഉള്ളൂ തൻ്റെ കോപം. നമ്മൾ പറയാറില്ലേ ക്ഷിപ്രകോപിയാണെന്ന്. ക്ഷണനേരത്തേക്കേ ഉള്ളൂ ദൈവത്തിന്റെ കോപം. അടുത്തത് അവന്റെ പ്രസാദമോ ജീവപര്യന്തം. സന്ധ്യ വരെ അല്ല, ജീവപര്യന്തമാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രസാദം. അടുത്തത് സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും. ഉഷസ്സിലോ ആനന്ദഘോഷം വരും. സന്ധ്യയ്ക്ക് കരച്ചിൽ വരും. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, സന്ധ്യ ആകുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ ഒരു രാത്രി എങ്ങനെ ഞാൻ കഴിച്ചു കൂട്ടും, ഉറങ്ങാൻ പറ്റുമോ എന്ന്. പക്ഷേ രാവിലെ കരഞ്ഞോണ്ടല്ല എഴുന്നേക്കുന്നത്. ഉഷസെങ്കിൽ ആനന്ദഘോഷം. രാവിലെ കരഞ്ഞോണ്ടല്ല എഴുന്നേക്കുന്നത് നമ്മളാരും, ആനന്ദത്തോടെയാണ് നമ്മൾ എഴുന്നേക്കുന്നത്. സന്ധ്യയിൽ പക്ഷേ കരച്ചിലുണ്ട്. ആ കരച്ചിൽ വരുമ്പോൾ രാത്രി കുറച്ച് ലേറ്റ് നൈറ്റ് കൂടെ താമസിച്ചെന്നിരിക്കും. പക്ഷെ ഒരു പ്രഭാതം ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. 103-ാം സങ്കീർത്തനം 10-11 വാക്യം. 103:10-11. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ പാപത്തിന് ഒത്തവണ്ണം ദൈവം ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. അടുത്തത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കും. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നു. ആകാശത്തിന് ഭൂമിക്ക് ഇടയിൽ എത്ര ദൂരം ഉണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഇതൊന്നും ഗ്രഹിക്കാൻ കഴിയത്തില്ല. ISRO സയന്റിസ്റ്റുകൾ ഇരിപ്പുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും ഒരു പക്ഷേ എന്തെങ്കിലും. ഓക്കെ, യെശയ്യാവ് 42:3-4. യെശയ്യാവ് 42:3-4. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല. ചതഞ്ഞ ഓട, ഇത് കോർപ്പറേഷൻ ഓടയല്ല കേട്ടോ, ഒരു ബലം കുറഞ്ഞ ഒരു ചെടിയാണ്. അതിനെ ഒടിച്ചു കളയത്തില്ല. അടുത്തത് പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. പുകയുന്ന തിരി ഒരു നൂയിസൻസ് ആണ്. ആരാണെങ്കിലും ആദ്യം ചെയ്യുന്നതിനെ ഊതി അങ്ങ് അണയ്ക്കും. നൂയിസൻസ് അതിനെ മാറ്റും. പക്ഷെ ദൈവത്തിന് നമ്മൾ നൂയിസൻസ് അല്ല, അതിനെ കെടുത്തി കളയത്തില്ല. പകരം അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ആരും എനിക്ക് വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്നെങ്കിൽ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്. ഹല്ലേലൂയ. അടുത്തത് ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ഒടുവിലായിട്ട് യൂദയുടെ പുസ്തകം, ഒറ്റ അധ്യായമേ ഉള്ളൂ, അതിൻ്റെ അവസാനത്തെ 2 വാക്യം 24-25. ജൂഡ് 1:24-25. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഈ ദൈവമനുഷ്യൻ ഈ വാക്യങ്ങളെല്ലാം കൂടെ വായിച്ചപ്പോഴത്തേക്കും തൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്നെ ഒന്ന് ഹേമിക്കുവാൻ തുടങ്ങി. കുറേ നാളുകൾക്ക് ശേഷം പേനയെടുത്തു,
ഡയറി എടുത്തു, അങ്ങോട്ട് കുറിക്കാൻ തുടങ്ങി. അതൊരു പാട്ടായിട്ട് പുറത്തു വന്നു. എന്നേക്ക് 75 വർഷമായ പാട്ട് എഴുതിയിട്ട്. ആ ദൈവദാസൻ തൻ്റെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ അനേക പാട്ടുകൾ എളിയവനായ എന്നിലൂടെ കർത്താവ് എഴുതിപ്പിച്ച് ദൈവസഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും പ്രിയപ്പെടുന്നതും പാടി സന്തോഷിക്കുവാനും ആശ്വസിക്കുവാനും ധൈര്യപ്പെടുവാനും ദൈവം എൻ്റെ തൂലികയിലൂടെ എഴുതിയ പാട്ട് ഈ പാട്ടല്ലാതെ മറ്റൊരു പാട്ടല്ല എന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പം നമ്മൾ 7 വാക്യം വായിച്ചെന്ന എൻ്റെ ഓർമ്മ. ആ 7 വാക്യങ്ങളും 6 ചരണവും ഒരു പല്ലവിയുമായിട്ട് ഒരു കോറസും, ചരണങ്ങൾ 7 വാക്യങ്ങളാണ് ആ പാട്ട് മുഴുവൻ. അപ്പോഴിനി പ്രശ്നം ഏതായി പാട്ട്? കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. നമ്മൾ ഈ വായിച്ച് കേട്ട വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറൊന്നും അതിനകത്തില്ല. അതാ ഞാൻ പറഞ്ഞ പഴയ നിയമ ഭക്തന്മാർ, പഴയകാല ഭക്തന്മാർ, അവരുടെ പാട്ടുകളിനകത്ത് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ദൈവവചനം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇന്ന് ദൈവവചനം ഒഴിച്ച് എല്ലാ കണ്ടന്റും ഉണ്ട്. അതാ ഇന്നത്തെ പ്രശ്നം. അന്ന് ദൈവവചനം മാത്രമേ ഉള്ളായിരുന്നു. 7 വാക്യങ്ങളാണ് ആ പാട്ട് മുഴുവൻ. ആ പാട്ട് നമുക്കും ഇന്ന് സന്തോഷത്തോടെ പാടാം. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഈ പാട്ട് എഴുതിയത് നിത്യതയിൽ വിശ്രമിക്കുന്ന എൻ്റെ പിതാവ് പാസ്റ്റർ EV വർഗീസാണ്. അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ചേർന്ന് അത് നമ്മുടെ അനുഭവമായിട്ട് ദൈവം നമ്മോടൊന്ന് സംസാരിക്കുന്നു എന്ന് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ആ പാട്ട് നമുക്ക് പാടാം. കാണുന്നു ഞാൻ യാഹിൽ
ആദ്യത്തെ ചരണം എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുകയും അധികം പ്രത്യാശ തരുന്നൊരു ചരണമാണ്. യൂദായുടെ ലേഖനത്തിലെ ആ വാക്യം, വഴിതിടാതെ അവൻ എന്നെ കരങ്ങളിൽ കാക്കും, എന്നെ നിർത്തും. എവിടെ? അവൻ്റെ മഹിമാ സന്നിധിയിൽ എന്നെ ആ ദിവസം നിർത്തും. കളങ്കമറ്റ ആനന്ദത്തോടെ പൂർണ്ണതയോടെ ഞാൻ അവിടെ നിൽക്കും. അതെത്ര പേര് വിശ്വസിക്കുന്നത്? നമ്മളിലൊരു നല്ല പ്രവൃത്തിയെ തുടങ്ങിയവൻ കർത്താവിൻ്റെ നാൾ വരെ അവൻ, if God has started a good work, He is faithful to finish it. What God has started, no Satan can end it. അതും കൂടെ ഓർത്തോണം. ദൈവമാണ് തുടങ്ങിയെങ്കിൽ അതിനെ പിശാചിന് തീർക്കാൻ പറ്റത്തില്ല, ദൈവം തന്നെ തീർക്കും. അങ്ങനെയെങ്കിൽ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? വഴിതിടാതെ അവൻ എന്നെ കരങ്ങളിൽ, പലപ്പോഴും എൻ്റെ കാൽ ഇടറി വഴുതി, ഏകദേശം ഞാൻ വീണാലും ഞാൻ എഴുന്നേക്കും. അതൊക്കെയാണ് വേദപുസ്തകത്തിലെ നമുക്കുള്ള പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഞാൻ വീണ് എന്തൊരു ജീവിതമായി ഇതെന്ന് ചിന്തിക്കും. ഇന്നൊരു തീരുമാനം എടുക്കുക, എന്നെ വഴിതിടാതെ എൻ്റെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്നെ വഴിതിടാതെ എൻ്റെ ദൈവം നടത്തി എന്നെ ആ ദിവസം കൊണ്ട് നിർത്തും. എന്നെ മഹിമൻ്റെ സന്നിധിയിൽ എന്നെ കളങ്കമില്ലാതെ ആനന്ദത്തോടെ പൂർണ്ണതയോടെ എന്നെ അവിടെ നിർത്തും. ആ നിർത്താൻ പോകുന്ന ദൈവത്തിന് ഞാൻ ഇവിടെ വെച്ചേ അവന് മഹത്വം ഭവിക്കട്ടെ. I bless his name. ഞാനവരുടെ നാമത്തെ ഇവിടെ വെച്ചേ ഞാൻ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും അത് വിശ്വസിക്കുന്നവർ മാത്രം. എന്നെ വഴിതിടാതെ എൻ്റെ കരം പിടിച്ച ആ ദിവസം ആനന്ദത്തോടെ മഹത്വത്തോടെ പൂർണ്ണതയോടെ എന്നെ എൻ്റെ ദൈവം നിർത്തും എന്നും ബോധ്യവും വിശ്വാസവും ഉറപ്പും ഉള്ളവർ മാത്രം ദൈവത്തിൽ എഴുന്നേറ്റുന്ന നമുക്കൊരു പ്രാവശ്യം കൂടെ ആ ചരണം മാത്രം നമുക്ക് പാടാം. കാണുന്നു ഞാൻ യാതിൽ, എനിക്കാശ്രയമായൊരു ശാശ്വത പാത കാണുന്നു ഞാൻ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.